അപ്പോൾ നിങ്ങൾ കേട്ട ശരിയാണ്, നമ്മൾ ഐഫോൺ 11 സീരീസിലുള്ള ഡിവൈസുകളുടെ ബാറ്ററി ഫ്രീ ആയിട്ട് മാറാൻ പറ്റും. അതെങ്ങനെയാണ്? അതോടൊപ്പം തന്നെ നമ്മൾ iOS 14.5 ആ ഒരു അപ്ഡേറ്റിൻ്റെ ഫോളോ അപ്പ്, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ദിസ് ഇസ് മിലൻ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയ 11.5 അപ്ഡേറ്റിൽ ആപ്പിൾ ഐഫോൺ 11 മോഡൽസിന് മാത്രം സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ബാറ്ററി കാലിബ്രേഷൻ എന്ന് പറയുന്ന ഫീച്ചർ. അപ്പം ഐഫോൺ 11, 11 Pro, 11 Pro Max ഈ 3 ഡിവൈസുകൾ ഉപയോഗിക്കുന്നവരുടെ ബാറ്ററി, അതായത് സെറ്റിങ്സിനകത്ത് ബാറ്ററി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അതിൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഫോൺ ബാറ്ററി കാലിബ്രേഷൻ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പോപ്പപ്പ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബാറ്ററി കാലിബ്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ആപ്പിൾ ഇതിനകത്ത് കൊണ്ടുവന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ധാരാളം ഐഫോൺ 11 സീരീസ് യൂസേഴ്സിന് കോമൺ ആയിട്ട് കണ്ടുവന്ന ഒരു കുഴപ്പമാണ്. അതായത് ഇൻആക്യുറേറ്റ് ആയിട്ടുള്ള ബാറ്ററി ഹെൽത്തും അതിനോടനുബന്ധിച്ച് നമുക്ക് പീക്ക് പെർഫോമൻസ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെയുണ്ട്, അതും ഡിസേബിൾ ആകുന്നു ചില ഡിവൈസുകൾക്ക്. അപ്പോൾ ഈ ഒരു ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ബാറ്ററി ഹെൽത്തും അതിനെ തുടർന്നുള്ള ഈ ഒരു പീക്ക് പെർഫോമൻസ് ഡിസേബിൾ ആകുന്നതും അതെങ്ങനെയാണ് ബാധിച്ചതെന്ന് വെച്ചാൽ, ഒരു നോർമൽ യൂസർ നോക്കുമ്പോൾ ബാറ്ററി ഹെൽത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്, അതിനകത്ത് യാതൊരു മാറ്റവും. പക്ഷേ ബാറ്ററി ഡ്രെയിനിങ് കണ്ടമാനം സംഭവിക്കുന്നു. അത് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈമിൽ ധാരാളം ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്നു. അതോടൊപ്പം തന്നെ പീക്ക് പെർഫോമൻസ് കേപ്പബിലിറ്റി റെഡ്യൂസ് ആകുന്നു. അത് റെഡ്യൂസ് ആകുമ്പം നമുക്ക് ഡിവൈസിൽ ഓവറോൾ ഡിവൈസിൻ്റെ യൂസേജിൽ പല മാറ്റങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആകും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിയാണ് ബാറ്ററി കാലിബ്രേഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബാറ്ററി റീകാലിബ്രേഷൻ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ചാർജിങ് സൈക്കിൾസും അതോടൊപ്പം തന്നെ നമ്മളുടെ യൂസേജും മനസ്സിലാക്കിയാൽ സ്റ്റഡി ചെയ്ത് അത് ഒരു ദിവസത്തെയോ അല്ലെ 2 ദിവസത്തെയും കൊണ്ട് ചേഞ്ച് സംഭവിക്കത്തില്ല. ഒരാഴ്ച, ചിലപ്പോൾ 2 ആഴ്ച, ചിലപ്പോൾ 3 ആഴ്ച, ചിലപ്പോൾ 1 മാസത്തോളം ചിലപ്പം വന്നിരിക്കും. എന്തായാലും ആപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്ന ബിറ്റ്വീൻ 2 to 3 വീക്സാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മളുടെ ബാറ്ററി ഹെൽത്തിൽ യാതൊരു ചേഞ്ചും വരത്തില്ല. ഇപ്പം നിങ്ങളുടെ ഡിവൈസിൽ എങ്ങനെയാണോ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കറണ്ട് ഡിവൈസിൽ, ആ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്തിനകത്ത് യാതൊരു ചേഞ്ചും വരത്തില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു അപ്ഡേഷൻ ചെയ്തതിന് ശേഷം ചില ഡിവൈസിലെങ്കിലും നിങ്ങളുടെ ബാറ്ററി റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർണിംഗ് മെസ്സേജ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അത് ഡിസപ്പിയർ ആയേക്കുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് പതുക്കെ ഗ്രാജുവലി നിങ്ങളുടെ പീക്ക് പെർഫോമൻസ് കേപ്പബിലിറ്റി ഡിസേബിൾ ആകുമോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മെസ്സേജസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പതുക്കെ ഗ്രാജുവലി നോർമൽ രീതിയിലേക്ക് വരും. അതായത് പീക്ക് പെർഫോമൻസ് കേപ്പബിലിറ്റി എനേബിൾ ആകും. അപ്പോൾ ഈ പറഞ്ഞ മാറ്റം 2 ആഴ്ച 3 ആഴ്ച ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കും. പിന്നീട് ഒരു കാര്യമുള്ളത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആപ്പിളിൻ്റെ സൈറ്റിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ആ സൈറ്റ് വിസിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാമെന്നാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, ഈ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച സമയത്തിനുള്ളിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഈ ഒരു ബാറ്ററി കാലിബ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇതോടൊപ്പം തന്നെ ആപ്പിൾ മെൻഷൻ ചെയ്ത മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയമാകുമ്പം നമ്മളുടെ ഈ ബാറ്ററിയുടെ കറണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഈ ഒരു പ്രോസസ്സ് റീകാലിബ്രേഷൻ പ്രോസസ്സ് നമ്മൾ കാണിക്കും. ആ സമയത്ത് നമ്മളുടെ ബാറ്ററിയുടെ അവസ്ഥ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മളുടെ ബാറ്ററി ഡീഗ്രേഡ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു പോപ്പപ്പ്, സർവീസ് പോപ്പപ്പ് ഈ ഒരു കാലിബ്രേഷൻ തീരുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡീഗ്രേഡ് സംഭവിച്ചിരിക്കുന്ന ബാറ്ററികളിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പോപ്പപ്പ് കാണത്തുള്ളൂ. അതല്ല നോർമൽ കേസിൽ ഇത് കാണിക്കത്തില്ല. അതായത് ബാറ്ററി വളരെ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോപ്പപ്പ് കാണിക്കത്തില്ല. പക്ഷേ വേഴ്സ്റ്റ് കണ്ടീഷനിൽ നമുക്ക് അവിടെ തീർച്ചയായിട്ടും ഈ ഒരു പോപ്പപ്പ് പ്രതീക്ഷിക്കാമെന്നാണ്, ബാറ്ററി സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പോപ്പപ്പ്. അങ്ങനെ വരുമ്പം നമുക്കുണ്ടാകുന്ന ഗുണമെന്ന് വെച്ചാൽ, ഈ ഒരു റീകാലിബ്രേഷൻ പ്രോസസ്സ് കൊണ്ട് ആ ഒരു ബാറ്ററിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ നമുക്കെത്തും. അങ്ങനെ വരുമ്പം ആപ്പിൾ ഫ്രീ ആയിട്ട് ആ ഡിവൈസിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അടുത്തുള്ള ആപ്പിളിൻ്റെ ഓതറൈസ് സെൻറ്ററിൽ പോയി സമീപിച്ച് അവിടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ 10 പൈസ പോലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ഓഫ് ചാർജിൽ നമുക്ക് ഈ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കിട്ടും. അതായത് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി നമ്മളുടെ ബാറ്ററി ഈ പറഞ്ഞ പോലെ റീകാലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സർവീസ് മെസ്സേജ് അവിടെ കാണിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ 10 പൈസ പോലും മുടക്കാതെ നമുക്ക് ആപ്പിളിൻ്റെ നിയറസ്റ്റ് ആപ്പിൾ ഓതറൈസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ഓഫ് ചാർജിൽ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതോടൊപ്പം തന്നെ ഇത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഐഫോൺ 11 ഡിവൈസുകൾക്ക് മാത്രമേ ഉള്ളൂ. മറ്റൊരു ഡിവൈസിനും ഐഫോൺ 10-നോ 10s-നോ 12-നോ അല്ലെങ്കിൽ 8-നോ 6-നോ 7-നോ ഒന്നിനും ഈ ഒരു കാര്യമില്ല. ഇത് ഐഫോൺ 11-നും 11 Pro 11 Pro Max ഡിവൈസുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 ഡിവൈസ് യൂസേഴ്സിന് നിങ്ങൾക്ക് ഈ ഒരു കാലിബ്രേഷൻ ടെസ്റ്റ് നടത്തി 2-3 ആഴ്ചക്കുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്
ഈ ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. അല്ലാത്ത പക്ഷം റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ iOS 14.5 ഫോളോ അപ്പിലേക്ക് പിന്നീട് പറയാനുള്ളത് നമ്മുടെ 14.5 അപ്ഡേഷൻ്റെ ഫോളോ അപ്പിനെ പറ്റിയാണ്. ഈ ഒരു അപ്ഡേറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ആപ്പിൾ കൊണ്ടുവന്ന ഈ ഒരു പ്രൈവസി ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചറാണ്. അതിനകത്ത് പ്രൈവസി സെറ്റിംഗ്സിനകത്ത് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ചിലവർക്കെങ്കിലും ചില ആപ്പുകളൊക്കെ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലതിൽ ആപ്പുകളൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതെന്നാന്ന് വെച്ചാൽ ചില ആപ്പുകളിൽ തേർഡ് പാർട്ടി ആപ്പുകളിൽ ഇൻ്റഗ്രേഷൻ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നടന്നു വരുന്നേ ഉള്ളൂ, എല്ലാ ആപ്പിനും ആയിട്ടില്ല. ഈ ഒരു ഫങ്ഷണാലിറ്റിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു 4-5 മാസം മുന്നേ ആപ്പിളും ഫേസ്ബുക്കും തമ്മിലുണ്ടായ ഒരു കോൺട്രവേഴ്സി, അതിനെ തുടർന്നാണ് ആപ്പിൾ ഈ ഒരു ട്രാൻസ്പെറൻസി, ഈ ഒരു പ്രൈവസി ട്രാക്കിങ്ങിന് ട്രാൻസ്പെറൻസി കൊണ്ടുവന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നേക്കുന്ന ഈ ഒരു ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കാര്യം ഗൂഗിളിലോ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്താൽ ആ ഒരു സെർച്ച് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ആഡുകളൊക്കെ ഈ ആമസോണിലും ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലും ഒക്കെ പോപ്പപ്പ് ആണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആപ്പുകൾക്ക് നമ്മളെ ക്രോസ് പ്ലാറ്റ്ഫോം ക്രോസ് ആപ്പിൽ നമ്മളെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു. അത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫങ്ഷണാലിറ്റി ആപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ തേർഡ് പാർട്ടി ആപ്പുകൾക്ക് അവരുടെ ഡെവലപ്പേഴ്സ് ഈ ഒരു ഫീച്ചർ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാക്കിംഗ് എന്ന ഓപ്ഷനിൽ ഇവിടെ ലിസ്റ്റ് ചെയ്യും ആപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സെറ്റിംഗ്സിൽ കയറിയിട്ട് നമ്മളുടെ ആപ്പുകളെല്ലാം താഴെ ഉണ്ടല്ലോ, ആ ആപ്പുകളിൽ പോയി ഓരോന്നിലും ഇൻഡിവിജ്വൽ പോയി അവിടെ ഈ ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാമെന്നാണ്. അങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ്. പിന്നീട് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുമ്പം എനിക്ക് യാതൊരു ഹിക്കപ്പും ഈ കഴിഞ്ഞ 3 ദിവസവും ഉപയോഗിച്ചതിന് യാതൊരു ബഗ്നെസ്സോ അല്ലെങ്കിൽ ഹിക്കപ്പോ ലാഗോ ഒന്നും തന്നെ എൻ്റെ ഡിവൈസിൽ ഫീൽ ചെയ്തിട്ടില്ല. ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഡിവൈസ് റൺ ചെയ്യുന്നത്. ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 8 to 9 hours എനിക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പം ബാറ്ററിയുടെ ഓപ്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിന്ന് രാവിലെ 9 മണിക്കാണ് 100% ഫുൾ ചാർജ് ആയത്. 9:04 ഫുൾ ചാർജ് ആയത്. അവിടെ നിന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഇപ്പം 4 മണിയായി. ഇപ്പം എൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 16%, 16% എനിക്ക് മിച്ചമുണ്ട്. അപ്പം എനിക്കൊരു ഡീസൻറ്റ് ബാറ്ററി ബാക്കപ്പാണ് ഇവിടെ കിട്ടുന്നത്, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള. കാരണം കൺസിഡറിങ് മൈ ബാറ്ററി ഹെൽത്ത് എനിക്ക് 91% ഉള്ളൂ. അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാറ്ററി ഹെൽത്ത് ഈ ബാറ്ററി ബാക്കപ്പ് വേണ്ടി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി ഹെൽത്ത് ഇത്ര ഉണ്ടായിട്ട് പോലും എനിക്ക് ബാറ്ററി ബാക്കപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം 8 to 9 hours ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ബാക്കപ്പിൽ. അപ്പം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂവോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബഗ്ഗിനെസ് എന്തെങ്കിലും നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സെറ്റിങ്സിൽ പോവുക. അതിൽ നിങ്ങൾ ജനറൽസിനകത്ത് പോവുക. ജനറൽസിൽ ഏറ്റവും താഴെ നമുക്ക് റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ കയറിയിട്ട് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ റീസെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബഗ്നെസ് ഒക്കെ ചെറിയ ഹിക്കപ്പോ ലാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ കുറേ ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ സ്റ്റിക്കർ സെർച്ച് ചെയ്യുന്ന സമയത്ത് വാട്സാപ്പ് ക്രാഷ് ആയിട്ട് ഹോം സ്ക്രീനിലേക്ക് വരുന്നു. അപ്പോൾ ഇത് ഒരു ഡിവൈസിന് മാത്രമല്ല, കുറേ അധികം ഡിവൈസുകൾക്ക്, മിക്ക ഡിവൈസുകളിലും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് iOSൻ്റെ കുഴപ്പമല്ല അല്ലെങ്കിൽ ഐഫോണിൻ്റെ കുഴപ്പമല്ല, അത് മിക്കവാറും ആ ഒരു ആപ്പിൻ്റെ വാട്സാപ്പിൻ്റെ കുഴപ്പമാണ്. മെമ്മറി ഓവർലോഡ് ആകുന്ന അല്ലെങ്കിൽ ഓവർഫ്ലോ ആകുന്നതിൻ്റെ കുഴപ്പമാണ്. ആ ഒരു ഇഷ്യൂ കാരണമാണ് ഇങ്ങനെ നമ്മുടെ വാട്സാപ്പ് ക്രാഷായി തിരിച്ച് ഹോം സ്ക്രീനിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ വാട്സാപ്പാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ 14.5 ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ, this is me, Milan. Catch you guys in the next video. Peace.